ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റിയിലെ മൊഡ്യൂൾ 3ലെയും 4ലെയും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൊളോണിയലിസം ആൻഡ് ദ എമർജൻസ് ഓഫ് അർബൻ സെന്റേഴ്സ്. ഇത് തന്നെ എന്ത് ചെയ്യുക, 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ 2 മാർക്കിന്റെ രീതിയിൽ നോക്കുക. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബോംബെ, കൊൽക്കത്ത, മദ്രാസ് എന്ന് പറയുന്ന തുറമുഖ നഗരങ്ങളൊക്കെ വളർച്ച നേടിയിട്ടുണ്ട് അല്ലേ. ഈ 3 തുറമുഖ നഗരങ്ങളാണ് ഈ 3 ഇതൊക്കെ വളർച്ച നേടിയിട്ടുണ്ട്. അതുപോലെ 17, 18 നൂറ്റാണ്ടുകളിലൊക്കെയാണ് ഇത്തരം നഗരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, വളർന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ യൂറോപ്യൻ കൊളോണികൾ വ്യാപാരികളുടെ വരവോട് കൂടിയിട്ട് നഗരവൽക്കരണ പ്രക്രിയയൊക്കെ എന്ത് ചെയ്തു, പുതിയ ഒരു ഘട്ടത്തിലേക്കാണ് അത് പ്രവേശിച്ചത്. അതുപോലെ തന്നെ ഇതൊക്കെ എന്തിനാണ് ഈ തുറമുഖ നഗരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നും ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം നഗരങ്ങൾ സഹായിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും ബ്രിട്ടനിൽ നിന്ന് ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം നഗരങ്ങൾ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തുറമുഖ വ്യാപാര കേന്ദ്രങ്ങളായിട്ടുള്ള തീരപ്രദേശങ്ങളിലൊക്കെ നഗരങ്ങൾ ഉയർന്നു വന്നു. അതുപോലെ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ശക്തി വന്നപ്പോൾ കൽക്കത്തയും ബോംബെയും മദ്രാസും ഒക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ കൊളോണിയൽ ശക്തിയുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘടനയിലും വികസനത്തിലും ഒക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, മാറ്റം വരുത്തിയില്ലേ. യൂറോപ്യൻ കൊളോണിയൽ ശക്തിയുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘടനയിലും അതുപോലെ തന്നെ വികസനത്തിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അതുപോലെ കൊളോണിയൽ തുറമുഖങ്ങളായിട്ടുള്ള ബോംബെ, മദ്രാസ്, കൽക്കത്ത എന്നിവ എന്ത് ചെയ്തു, സൂറത്ത് അതുപോലെ തന്നെ ഡാക്ക എന്നിവിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചു അല്ലേ. അപ്പോൾ ഈ കൊളോണിയൽ തുറമുഖങ്ങളായിട്ടുള്ള ബോംബെ, മദ്രാസ്, കൽക്കത്തയൊക്കെ എന്ത് ചെയ്തു, പിന്നീട് സൂറത്ത് അതുപോലെ തന്നെ ഡാക്ക എന്നിവിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അതുപോലെ വ്യാവസായിക ഉൽപാദനത്തിന്റെ പല പഴയ കേന്ദ്രങ്ങളും നശിച്ചപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിൽ പുതിയ മാർക്കറ്റ് നഗരങ്ങളൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിത്യ ഹബീബിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ആശ്രിത നഗരവൽക്കരണം അല്ലെ, ഡിപ്പെൻഡന്റ് അർബനൈസേഷൻ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത് അല്ലെ. ആദിത്യ ഹബീബിനെ പോലുള്ള പണ്ഡിതന്മാർ ആശ്രിത നഗരവൽക്കരണം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് അർബനൈസേഷൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ ഔപചാരികമായിട്ട് സംയോജിക്കുന്നതിന് മുമ്പ് തന്നെ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൃഷ്ടിച്ച ഇന്ത്യൻ ചരക്കുകളുടെ ആവശ്യം കാരണം മിർസാപൂർ പോലുള്ള പുതിയ പട്ടണങ്ങളും അതുപോലെ തന്നെ ബനാറസ് പോലുള്ള പഴയ പട്ടണങ്ങളൊക്കെ എന്ത് ചെയ്തു, തഴച്ചു വളരാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ക്രിസ്റ്റഫർ ബെയ്ലി വാദിച്ചത്. അപ്പോൾ ഈ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൊളോണിയൽ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള കൊളോണിയൽ വൽക്കരണത്തെ തുടർന്നിട്ട് നഗരങ്ങളുടെ വളർച്ചയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൊളോണിയൽ ഭരണകാലത്ത് ഈ തുറമുഖ നഗരങ്ങളായിട്ടുള്ള കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളർച്ച നേടിയിട്ടുണ്ട്. അത് എന്തിനും വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്, ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഇത്തരം നഗരങ്ങൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ അത് 17, 18 നൂറ്റാണ്ടുകളിലാണ് ഇത്തരം നഗരങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളതെന്നൊക്കെ ആ ഒരു ഭാഗത്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടോണമെന്റ്സ് അല്ലെ. നഗരവൽക്കരണ പ്രക്രിയന്റെ ഒരു സവിശേഷതയാണ് ഈ കണ്ടോണമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വലിയൊരു സൈന്യത്തെ റിക്രൂട്ട് ചെയ്യുകയും നിലനിർത്തുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. അതുപോലെ അതിന്റെ ഫലമായിട്ടാണ് സൈനിക താവളത്തിന് സമീപത്തായിട്ട് അവരെന്ത് ചെയ്തത്, ഈ കണ്ടോണമെന്റുകളും നഗര കേന്ദ്രങ്ങളൊക്കെ സൃഷ്ടിച്ചത്. അങ്ങനെ മദ്രാസിൽ ബ്രിട്ടീഷുകാരുടെ കോട്ട കെട്ടിയിരുന്ന പ്രദേശമൊക്കെ വൈറ്റ് ടൗൺ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. മദ്രാസിൽ ബ്രിട്ടീഷുകാരുടെ കോട്ട കെട്ടിയിരുന്ന പ്രദേശത്തെ വൈറ്റ് ടൗൺ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യക്കാർ താമസിച്ചിരുന്ന പ്രദേശത്തെ ബ്ലാക്ക് ടൗൺ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് യൂറോപ്യന്മാരുടെ ആധിപത്യം നിലനിർത്താനും ഇന്ത്യക്കാരും യൂറോപ്യന്മാരും തമ്മിലുള്ള സമ്പർക്കം ഒഴിവാക്കാനും രോഗങ്ങൾ തടയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കണ്ടോൺമെന്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വൃത്തിഹീനവും ജനവിടവുമായിട്ടുള്ള പ്രദേശത്തു നിന്നും സൈനികരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ കണ്ടോൺമെന്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ 19ാം നൂറ്റാണ്ടിന്റെ
നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെ ഈ എന്താ പറയുക കണ്ടോൺമെന്റ് നിവാസികൾ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, കോളറയുടെ ഇരകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് അവരുടെ ഗ്രാമപ്രദേശങ്ങളിലെ പാവപ്പെട്ടവരുടെ ജീവിതത്തെ തന്നെയാണ് തകർത്തത്. അതുപോലെ ഇന്ത്യൻ സമൂഹവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് യൂറോപ്യൻ സൈനികരെ സംരക്ഷിക്കുക, അല്ലെ, ഇന്ത്യൻ സൈനികരെ നിന്ന് യൂറോപ്യൻ സൈനികരുമാരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അതെന്തായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളതും കൂടെ ഈ ഭാഗത്ത് ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചേഞ്ചിങ് ഇൻ ദ ലാൻഡ് ടെന്യൂർ സിസ്റ്റം ആൻഡ് അഗ്രേറിയൻ സൊസൈറ്റീസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ അർബണൈസേഷൻ, അല്ലേ. ഇത് 2 മാർക്കിനും 5 മാർക്കിനും പ്രീവിയസിൽ വന്നിട്ടുണ്ട്. 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഹൗ ഡസ് ലാൻഡ് ടെന്യൂർ സിസ്റ്റം ചേഞ്ച് അഗ്രേറിയൻ സൊസൈറ്റി. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്, ഹൗ ഈസ് ലാൻഡ് ടെന്യൂർ സിസ്റ്റം റിലേറ്റഡ് ടു അർബണൈസേഷൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിനും 5 മാർക്കിനും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 5 മാർക്കിന് ഇങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യന്, അനലൈസ് ഹൗ ദ ചേഞ്ച് ഇൻ ദ ലാൻഡ് ടെന്യൂർ സിസ്റ്റം ഹാവ് ഓൺ ഇമ്പാക്റ്റ് ഓൺ അർബണൈസേഷൻ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കിത് 10 മാർക്കിന് തന്നെ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് എന്നുള്ള നിലക്ക് ഇതിനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പഠിക്കണം. ഇത് ഞാൻ എൻ്റെ നോട്ട് തന്നപ്പോൾ ആ നോട്ടിൽ കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ 5 മാർക്കിനും 10 മാർക്കിനും 2 മാർക്കിനും നിങ്ങൾക്ക് എഴുതേണ്ട രീതിയിലാണ് ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വ്യാപിച്ച വ്യവസായവൽക്കരണം സമ്പദ് വ്യവസ്ഥയുടെ കാർഷിക മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ. 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളിലും 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും വ്യാപിച്ച വ്യവസായവൽക്കരണം സമ്പദ് വ്യവസ്ഥയുടെ കാർഷിക മേഖലകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫലമായിട്ട് കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് 2 പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചു, അല്ലേ. 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കാർഷിക മേഖലയിൽ സംഭവിച്ചത്. അതിൽ ഒന്ന് പറയുന്നത് കൃഷിക്ക് അതിൻ്റെ മുൻകാല പ്രാധാന്യം നഷ്ടപ്പെട്ടു, അല്ലേ. കൃഷിക്ക് അതിൻ്റെ മുൻകാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത് നഷ്ടപ്പെടുകയും സമ്പദ് വ്യവസ്ഥയുടെ ഒരു നാമമാത്ര മേഖലയായിട്ട് എന്ത് ചെയ്തു, കൃഷി മാറുകയും ചെയ്തു എന്നാണ് ഒന്നാമത്തെ മാറ്റം. രണ്ടാമത്തെ ഒരു മാറ്റം പറയുന്നത് കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള ആന്തരിക സാമൂഹ്യ സംഘടനയിൽ വന്നിട്ടുള്ള മാറ്റം, അല്ലെ. രണ്ടാമത്തെ മാറ്റം എന്താണ്, കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള ആന്തരിക സാമൂഹ്യ സംഘടനയിൽ വന്നിട്ടുള്ള മാറ്റാണ് രണ്ടാമത്തെ ഒരു മാറ്റം. പിന്നെ പറയുന്നത് ഫ്യൂഡലിസവും അതുപോലെ തന്നെ കാർഷിക സമൂഹവും തുടങ്ങിയിട്ട് സാമൂഹ്യ സംഘടനകളുടെ മുൻകാല രീതികൾ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ ഘടനകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വഴി ഒരുക്കിയിട്ടുണ്ട്, അല്ലേ. എന്താ പറഞ്ഞത്, ഫ്യൂഡലിസവും കാർഷിക സമൂഹവും തുടങ്ങിയ സാമൂഹ്യ സംഘടനകളുടെ മുൻകാല രീതികളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ ഘടനകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും ഒക്കെ സ്വാധീനം മൂലമാണ് ഇങ്ങനെ പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുള്ളത്, അല്ലേ. അപ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും ഒക്കെ മൂലമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ ആധുനിക വ്യവസായം ഉയരുന്നതിനും അതുപോലെ തന്നെ മെതിക്കുന്നതിനും മറ്റു കാർഷിക പ്രവർത്തനം നടത്തുന്നതിനും ഒക്കെ വൈവിധ്യമാർന്നിട്ടുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ആധുനിക വ്യവസായം ഉയരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് മെതിക്കുന്നതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു കാർഷിക പ്രവർത്തനം നടക്കുന്നതിനൊക്കെ വൈവിധ്യമാർന്നിട്ടുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക ഉൽപാദനത്തിലെ ഈ യന്ത്രവൽക്കരണം ഭൂവുടമകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധ്യമായില്ലേ. കാർഷിക ഉൽപാദനത്തിൽ ഈ യന്ത്രവൽക്കരണത്തിന്റെ സഹായം മൂലം ഭൂവുടമകൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ മറ്റു ചില സാങ്കേതിക മുന്നേറ്റങ്ങൾ കർഷകർക്ക് രാസവളങ്ങളും ഉയർന്ന വിളവ് നൽകുന്ന പുതിയ ഇനം വിത്തുകളും ഒക്കെ നൽകി. ഈ മാറ്റങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഉൽപാദന മേഖലയിൽ എന്തായി, ധാരാളം വർധനവ് തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ ഭാരിച്ച ഭൂനികുതി ഇന്ത്യയിലെ കർഷകർ എന്ത് ചെയ്തു, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തി, അല്ലേ. അപ്പോൾ എന്നുള്ള സമ്പ്രദായം എന്ത് ചെയ്തു, കർഷകരെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കാണ് എത്തിച്ചത്. അതുപോലെ തന്നെ 1773 പെർമനന്റ് സെറ്റിൽമെന്റ് എന്നുള്ള പേരിൽ ഒരു പുതിയ നികുതി വ്യവസ്ഥ ബനാറസിൽ അവതരിപ്പിച്ചു, അല്ലെ. 1773 ബനാറസിൽ നികുതി കണക്കാക്കാനുള്ള ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് അവതരിപ്പിച്ചു, അല്ലെ. അപ്പോൾ ഈ നികുതി അടക്കുക എന്നുള്ളതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. അതുപോലെ 1793 കോൺവാലിസ് പ്രഭു പെർമനന്റ്
സെറ്റിൽമെന്റ് ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ഒറീസ, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ നടപ്പിലാക്കി അല്ലെ. അപ്പൊ 1793 ബംഗാളില് എന്ത് ചെയ്തു, കോൺവാലിസ് പ്രഭു ബംഗാള് അതുപോലെ തന്നെ ഒറീസ, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പാക്കി. അതുപോലെ തന്നെ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് റേട്ട് വാരി സമ്പ്രദായം നടപ്പാക്കിയത് ഇത് മദ്രാസ് പ്രവിശ്യയിലാണ് അല്ലെ. അപ്പൊ കർഷകരിൽ നിന്നും തന്നെ എന്ത് ചെയ്യുക, നേരിട്ട് നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് റേട്ട് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് മദ്രാസ് പ്രവിശ്യയിലാണ്. അതുപോലെ എല്ലാ നികുതി വ്യവസ്ഥകളും ഇന്ത്യയിലെ കർഷകർ എന്ത് ചെയ്തു, ദാരിദ്ര്യത്തിലേക്കാണ് കൊണ്ട് എത്തിച്ചത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ബംഗാൾ, ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് എന്താ പറയുക ഇതൊക്കെ അതിന് ബാധകമായിരുന്നു. ബംഗാളിലും ബീഹാറിലും ഒറീസ, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ എന്താണ് ഈ പെർമനന്റ് സെറ്റിൽമെന്റിന് ബാധകമായിരുന്നു. അതുപോലെ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അധികാരം കൈയാളുന്ന പരമ്പരാഗത റവന്യൂ കളക്ഷൻ പിരിക്കുന്നതിന് ഭൂമിയുടെ ഉടമസ്ഥരായിട്ടും അതുപോലെ സർക്കാരിന് വേണ്ടിയിട്ട് വരുമാനം ശേഖരിക്കുന്നതിനുള്ള ഏജന്റുമാരുമായിട്ടാണ് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ നികുതി വ്യവസ്ഥകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ കർഷകരെ എന്താ പറയുക കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ കൃഷി ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, മറ്റു തൊഴിലിലേക്ക് പോകാൻ തുടങ്ങി അല്ലേ. കൃഷി എന്ന് പറയുന്നത് അവർക്ക് ദാരിദ്ര്യമാണ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, കൃഷിയിൽ നിന്ന് മാറിയിട്ട് അവര് മറ്റു കൃഷി അല്ലാത്ത തൊഴിലുകളിലേക്കൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. അതുപോലെ തൊഴിലിനായിട്ട് അവർ നഗരങ്ങളിലേക്ക് കുടിയേറില്ലേ, ഗ്രാമങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്തു, നഗരങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. അതുപോലെ ആധുനിക വ്യവസായങ്ങളുടെ അപര്യാപ്തതയൊക്കെ ആ സാധ്യതകളും എന്ത് ചെയ്യാണ്, അവർക്ക് ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ലാൻഡ് ടെന്യൂർ സിസ്റ്റം ഇൻ എന്താ പറയാ ചേഞ്ചസ് ഇൻ ലാൻഡ് ടെന്യൂർ സിസ്റ്റം ആൻഡ് അഗ്രേറിയൻ സൊസൈറ്റീസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ അർബണൈസേഷൻ. ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അത് 2 മാർക്കിന് വന്നാലും 5 മാർക്കിന് വന്നാലും ഒക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. 19-ാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിലൊക്കെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിച്ചിട്ടുള്ള വ്യവസായവൽക്കരണം സമ്പദ് വ്യവസ്ഥയുടെ കാർഷിക മേഖലകളിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അതിൽ കൃഷിയിൽ 2 രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന്, കൃഷിക്ക് അതിന്റെ മുൻകാല പ്രാധാന്യം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നാമമാത്ര മേഖലയായിട്ട് കൃഷി മാറി. അതുപോലെ രണ്ടാമത് പറയുന്നത് കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള ആന്തരിക സാമൂഹ്യ സംഘടനയിൽ വന്നിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ ഫ്യൂഡലിസവും കാർഷിക സമൂഹവും തുടങ്ങിയ സാമൂഹ്യ സംഘടനകളുടെ മുൻകാല രീതികളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ ഘടകങ്ങൾക്ക് വഴിയൊരുക്കി. അതുപോലെ വ്യവസായവൽക്കരണത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും ഒക്കെ സ്വാധീനം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ എന്താ പറയുന്നത്, പിന്നെ ഈ ഒരു അവര് കർഷകര് ഭാരിച്ച നികുതികൾ അടക്കാൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധിതരായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ജമീന്ദാർമാരെ നിയോഗിച്ചു. അങ്ങനെ മോശം കാലാവസ്ഥ വിളവ് നശിപ്പിച്ചത് മൂലം അവരെന്ത് ചെയ്തു, ഭൂവിഹിതം നൽകാൻ കർഷകർ നിർബന്ധിതരായി അല്ലെ. ഗവൺമെന്റിന് ഇത്ര ഒരു എന്ത് ചെയ്യണം, നികുതി കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം വന്നതിന് തുടർന്നിട്ട് 1773 ബനാറസിൽ നികുതി കണക്കാക്കാനുള്ള ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം അവതരിപ്പിച്ചു. അതിനുശേഷം 1793 എന്താ പറയുക, ബംഗാളിൽ നമ്മുടെ കോൺവാലിസ് പ്രഭു എന്ത് ചെയ്തു, ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നു. അത് ബംഗാൾ, ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശിനൊക്കെ എന്തായിരുന്നു, ബാധകമായിരുന്നു. അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികവുമായിട്ടും അധികാരം കൈയാളുന്ന പരമ്പരാഗത റവന്യൂ കളക്ഷൻ പിരിക്കുന്നത് വരെ ഭൂമിയുടെ ഉടമസ്ഥരായിട്ടും സർക്കാരിന് വേണ്ടി എന്ത് ചെയ്യണം, വരുമാനം ശേഖരിക്കുന്നതിനുള്ള ഒരു ഏജന്റായിട്ടാണ് ഈ ഒരു പെർമനന്റ് സെറ്റിൽമാരെ അംഗീകരിക്കപ്പെട്ടതെന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ 2 മാർക്കിന് വന്നാൽ അതിനനുസരിച്ച് ചുരുക്കി എഴുതുക, 5 മാർക്കിന് വന്നാൽ അതിനനുസരിച്ച് എഴുതുക, 10 മാർക്കിന് വന്നാൽ ഒന്നും കൂടെ വിപുലാക്കിയിട്ട് എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മൈഗ്രേഷൻ അല്ലെ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ കുടുംബം എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹം, ജോലി അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ കലാപം അല്ലെങ്കിൽ സാമ്പത്തിക കാരണങ്ങൾ അതുപോലെ അല്ലെങ്കിൽ മറ്റു സാമൂഹിക കാരണങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് വിളിക്കുക അല്ലെ. ഒരു വ്യക്തി അല്ലെങ്കിൽ കുടുംബം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹം അല്ലെങ്കിൽ ജോലി, പ്രകൃതി ദുരന്തങ്ങൾ, കലാപം, സാമ്പത്തിക കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു സാമൂഹിക കാരണങ്ങൾ എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കുടിയേറ്റത്തിന്റെ സ്വഭാവവും ദൂരവും അനുസരിച്ച് മൈഗ്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. എന്തടിസ്ഥാനത്തിൽ, സ്വഭാവവും ദൂരവും അനുസരിച്ചിട്ട്. അതായത് ഒന്നാമത്താണ് ഷോർട്ട് ഡിസ്റ്റൻസ്.
അതിൽ പറയണത് ജില്ലക്ക് അകത്തുള്ള കുടിയേറ്റത്തിനെയാണ് ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്താണ് മീഡിയം ഡിസ്റ്റൻസ് അല്ലെ, ജില്ല വിട്ടിട്ട് എന്ത് ചെയ്യുക, സംസ്ഥാനത്തിനകത്തുള്ള കുടിയേറ്റം. ഒരു ജില്ല വിട്ടിട്ട് സംസ്ഥാനത്തിന് അകത്തുള്ള കുടിയേറ്റത്തിനെയാണ് മീഡിയം ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്താണ് ലോങ് ഡിസ്റ്റൻസ് അല്ലെ, അതായത് ഇന്ത്യക്ക് അകത്ത് സംസ്ഥാനം വിട്ടിട്ടുള്ള കുടിയേറ്റത്തിനെയാണ് ലോങ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യക്ക് അകത്ത് തന്നെ സംസ്ഥാനം വിട്ടിട്ടുള്ള കുടിയേറ്റത്തിന് വിളിക്കുന്നതാണ് ലോങ് ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ നഗര ഗ്രാമീണ അടിസ്ഥാനത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുടിയേറ്റങ്ങളെ കുറച്ച് ടൈപ്സ് ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റം. എന്താണ്? ഒന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റം, രണ്ടാമത്തത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം, മൂന്നാമത്തത് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം, നാലാമത്തത് ഗ്രാമത്തിനുള്ളിലെ കുടിയേറ്റം, അതുപോലെ തന്നെ അഞ്ചാമത്തത് നഗരത്തിനുള്ളിലുള്ള കുടിയേറ്റം. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റം, രണ്ടാമത്തത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം, മൂന്നാമത്തത് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം, നാലാമത്തത് ഗ്രാമത്തിനുള്ളിലുള്ള കുടിയേറ്റം, അഞ്ചാമത്തത് നഗരത്തിനുള്ളിലുള്ള കുടിയേറ്റം. ഇങ്ങനെയാണ് നഗര ഗ്രാമീണ അടിസ്ഥാനത്തിൽ കുടിയേറ്റങ്ങളെ എന്ത് ചെയ്തിട്ടുള്ളത്, തരംതിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കുടിയേറ്റത്തെ ദീർഘകാല കുടിയേറ്റം എന്നും ഹ്രസ്വകാല കുടിയേറ്റം എന്നും രണ്ടായിട്ടും തിരിക്കാം. അപ്പൊ ഇന്ത്യയിലെ കുടിയേറ്റങ്ങൾ എന്ത് ചെയ്യുക, ദീർഘകാലം എന്നും അതുപോലെ തന്നെ ഹ്രസ്വകാല കുടിയേറ്റം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതും കൂടെ ആ ഭാഗത്ത് ഓർത്തു വെക്കുക. പിന്നെ ഈ ഒരു ഭാഗം കൂടി ഓർത്തു വെക്കണം, എമിഗ്രേഷന് അതുപോലെ തന്നെ ഇമ്മിഗ്രേഷന്, ഇന്റേണൽ മൈഗ്രേഷന്. അപ്പോൾ എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. അതായത് പുറത്തേക്കുള്ള കുടിയേറ്റത്തിനെ വിളിക്കുന്നതാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. പുറത്തേക്കുള്ള കുടിയേറ്റത്തിനെ വിളിക്കുന്ന പേരാണ് എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് സ്വന്തം രാജ്യം വിട്ടിട്ട് എന്ത് ചെയ്യുക, മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുക അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യം വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, എമിഗ്രേഷൻ എന്നുള്ളത്. അതായത് ഇവിടെ സ്വന്തം രാജ്യക്കാരൻ എന്ത് ചെയ്യും, അയാളെ കുടിയേറ്റക്കാരനായിട്ട് കണക്കാക്കൂലേ. ഈ ഇന്ത്യക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു രാജ്യത്തേക്ക് പോയിക്കാണ്. അപ്പൊ ഇന്ത്യയിലുള്ള ആളുകൾ അയാൾ എന്ത് ചെയ്യും, ഒരു കുടിയേറ്റക്കാരനായിട്ടാണ് കണക്കാക്കുക. രണ്ടാമത്തതാണ് ഇമ്മിഗ്രേഷൻ അല്ലെ. ഇമ്മിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തം രാജ്യം വിട്ട് പുതിയ രാജ്യത്ത് എത്തുമ്പോൾ അതിനെയാണ് ഇമ്മിഗ്രേഷൻ എന്ന് വിളിക്കുക അല്ലെ. ഒരു വ്യക്തി ഇന്ത്യ രാജ്യം വിട്ടിട്ട് മറ്റൊരു രാജ്യത്ത് എത്തുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇമ്മിഗ്രേഷന്. അപ്പൊ ആ എത്തുന്ന രാജ്യത്തുള്ള ആളുകൾ എന്ത് ചെയ്യും, അയാളെ കുടിയേറ്റക്കാരനായിട്ടാണ് കണക്കാക്കുക അല്ലെ. അതായത് സ്ഥിര താമസത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പുതിയ രാജ്യത്തേക്ക് ആളുകൾ കുടിയേറാറുണ്ട്. അങ്ങനെ എത്തുമ്പോഴാണ് അതിനെന്ത് ചെയ്യുന്നത്, ഇമ്മിഗ്രേഷൻ എന്ന് വിളിക്കുക അല്ലെ. ഒരു വ്യക്തി സ്വന്തം രാജ്യം വിട്ടിട്ട് പുതിയ രാജ്യത്ത് എത്തുമ്പോൾ ആ എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇമ്മിഗ്രേഷൻ. അപ്പൊ ആ എത്തുന്ന രാജ്യത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും, അയാളെ കുടിയേറ്റക്കാരനായിട്ടാണ് കാണുക അല്ലെ. അപ്പൊ എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം രാജ്യം വിട്ടിട്ട് ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക, എമിഗ്രേഷൻ. അപ്പൊ ഈ സ്വന്തം രാജ്യത്തിലുള്ള ആളുകളാണ് അയാൾ എന്ത് വിളിക്കുക, കുടിയേറ്റക്കാരനായിട്ട് വിളിക്കുക. അപ്പോൾ അത് രണ്ടുമുള്ള ഡിഫറൻറ്റ് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്റേണൽ മൈഗ്രേഷൻ അല്ലെ. അതിലുള്ള ഒന്ന് തന്നെയാണ് ഇന്റേണൽ മൈഗ്രേഷൻ കൂടി. അതായത് ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് നടക്കുന്ന കുടിയേറ്റത്തിനെയാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് വിളിക്കുക അല്ലെ. ഒരു രാജ്യത്തിന്റെ തന്നെ അതിർത്തിക്കകത്ത് നടക്കുന്ന കുടിയേറ്റാണ് എന്ത്, ഇന്റേണൽ മൈഗ്രേഷൻ. അതായത് ഇന്ത്യയിൽ സമീപകാലത്തൊഴികെ അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കുടിയേറുന്നത് കാരണം മുസ്ലിം ജനസംഖ്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നഗരവൽക്കരണത്തിന്റെ അടിസ്ഥാനമായിട്ട് കുടിയേറ്റത്തെ നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇന്ത്യയിൽ നഗരവൽക്കരണത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് കുടിയേറ്റത്തെ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യയുടെ ഒക്കെ ഉപയോഗം ഗ്രാമങ്ങളിൽ തൊഴിലില്ലായ്മ എന്ന പ്രശ്നമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് എന്താകുന്നുണ്ട്, ആളുകൾ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ തേടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് അല്ലെ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് തന്നെ നടക്കുന്ന കുടിയേറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ മൈഗ്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കോൺസീക്വൻസസ് ഓഫ് മൈഗ്രേഷൻ അല്ലെ. ഇത് ഒന്നിച്ച് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഒന്നിച്ച് ചോദിക്കുക, അതല്ലെങ്കിലോ കോൺസീക്വൻസസ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ഇത് മാത്രമായിട്ടും ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കാം, കുടിയേറ്റത്തിന്റെ ഉത്ഭവ മേഖലയെയും കുടിയേറ്റക്കാരുടെ ലക്ഷ്യസ്ഥാനത്തെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേഷന് ബാധിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു 4 കോൺസീക്വൻസസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്താണ് ഡെമോഗ്രാഫിക് കോൺസീക്വൻസസ്, അതുപോലെ രണ്ടാമത്തത് സോഷ്യൽ കോൺസീക്വൻസസ്, മൂന്നാമത്തത് എക്കണോമിക് കോൺസീക്വൻസസ്, നാലാമത്തത് എൻവിയോൺമെന്റൽ കോൺസീക്വൻസസ്. ഇനി
ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം. ഒന്നാമത്തെ ഡെമോഗ്രാഫിക് കോൺസിക്വൻസസ്, അതായത് ഇൻ മൈഗ്രേഷൻ ആയ മേഖലയിലും ഔട്ട് മൈഗ്രേഷൻ മേഖലയിലും ഒക്കെ ജനസംഖ്യയുടെ സ്വഭാവ സവിശേഷതകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുടിയേറ്റം മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇൻ മൈഗ്രേഷൻ നടക്കുകയാണെങ്കിലും എന്താണ് അവിടെ ജനസംഖ്യ വളർച്ച നടക്കുന്നുണ്ട്. ഔട്ട് മൈഗ്രേഷൻ ആണെങ്കിലും ആ ചെല്ലുന്നിടത്ത് എന്ത് ചെയ്യും, പിന്നെ ജനസംഖ്യ വർദ്ധിക്കും. അതുപോലെ ഇത് ജനസംഖ്യാ വളർച്ചാ നിരക്കിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, പ്രായലിംഗഘടനയും മാറ്റുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത് ജനസംഖ്യാ നിരക്കിനോടൊപ്പം തന്നെ പ്രായവും ലിംഗഘടനയും ഒക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് മൈഗ്രേഷൻ മേഖലയിൽ പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും അനുപാതം വർദ്ധിക്കുന്നുണ്ട് അല്ലെ. ഔട്ട് മൈഗ്രേഷൻ മേഖലയിൽ എന്താണ്, പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ അനുപാതം വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ലിംഗാനുപാതം ഉറവിട മേഖലകളിലൊക്കെയാണ് കാണപ്പെടുന്നത് അല്ലെ. ഉയർന്ന ലിംഗാനുപാതം എന്ന് പറയുന്നത് ഉറവിട മേഖലകളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ കാരണം എന്താണ്, കൂടുതലും യുവാക്കളായിട്ടുള്ള പുരുഷന്മാരാണ് എന്ത് ചെയ്യുന്നത്, കുടിയേറുന്നത് അല്ലെ. കാരണം അവർ തൊഴിലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് യുവാക്കൾ എന്ത് ചെയ്യുന്നത്, അവർ കുടിയേറുന്നത്. അതുപോലെ തന്നെ തൽഫലമായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ യുവജനസംഖ്യ കുറയുകയും അതുപോലെ തന്നെ ജനന നിരക്ക് കുറയുകയും ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറയുകയും ഒക്കെ ആണ് ചെയ്യുന്നത്. രണ്ടാമത്താണ് സോഷ്യൽ കോൺസിക്വൻസസ് അല്ലെ. അതിലെന്താ പറയുന്നത്, മൈഗ്രേഷൻ എന്ന് പറയുന്നത് വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരത്തിന്റെ മിശ്രിതത്തിൽ കലാശിക്കുകയും സംയോജിത സംസ്കാരത്തിന്റെ പരിണാമത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. മൈഗ്രേഷൻ എന്ന് പറയുന്നത് വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരത്തിന്റെ മിശ്രിതത്തിൽ കലാശിക്കുകയും സംയോജിത സംസ്കാരത്തിന്റെ പരിണാമത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താ പറയുക, ഇടുങ്ങിയ ചിന്തകളെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ മാനസിക മേഖല എന്ത് ചെയ്യുന്നുണ്ട്, വിശാലമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾക്ക് കാരണമായിട്ടുള്ള വ്യത്യസ്ത സാംസ്കാരിക ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കുടിയേറ്റക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ കോൺസിക്വൻസസിൽ പറയുന്നത്. മൂന്നാമത്തെ കോൺസിക്വൻസസ് ആണ് എക്കണോമിക് കോൺസിക്വൻസസ് അല്ലെ. അതായത് കുടിയേറ്റം, വിഭവ, ജനസംഖ്യ എന്നിവയുടെയൊക്കെ അനുപാതത്തെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ജനങ്ങൾ ജനസാന്ദ്രത ഏറിയ പ്രദേശത്ത് നിന്ന് ജനസാന്ദ്രത കുറവുള്ള പ്രദേശത്തേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്, വിഭവ ജനസംഖ്യ അതുപോലെ തന്നെ എന്താ പറയുക, അനുപാതത്തിന്റെ ബാലൻസിങ് ആയിട്ട് മാറും അല്ലെ. അതായത് ജനങ്ങൾ ജനസാന്ദ്രത ഏറിയ പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്യുക, ജനസാന്ദ്രത കുറവുള്ള പ്രദേശത്തേക്ക് കുടിയേറുക. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഫലം എന്താ കിട്ടുക, വിഭവ ജനസംഖ്യ അനുപാതത്തിന്റെ ബാലൻസിങ് ആയിട്ട് കാണും. അതുപോലെ തന്നെ കുടിയേറ്റം ജനസംഖ്യയുടെ തൊഴിൽ ഘടനയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. കുടിയേറ്റം എന്ന് പറയുന്നത് എന്താണ്, ജനസംഖ്യയുടെ തൊഴിൽ ഘടനയാണ് സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെ സ്വീകരിക്കുന്ന പ്രദേശങ്ങളിലെ ജനസംഖ്യ എന്താണ്, കൂടുതൽ ഉൽപാദനക്ഷമത ഉള്ളതായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഉറവിട മേഖലകളിൽ ആശ്രിത അനുപാതത്തിനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടിയിട്ടാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നും വികസിത രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുന്നത് അല്ലെ. അപ്പൊ കൂടുതലായിട്ടുള്ള സാമ്പത്തിക അവസരങ്ങൾ തേടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ദരിദ്ര രാജ്യങ്ങളിൽ നിന്നും വികസിത രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുന്നത്. ഇങ്ങനെ കുടിയേറുന്ന ആളുകൾ അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പണം അയക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമത്തെ കോൺസിക്വൻസസ് ആണ് എൻവിയോമെന്റൽ കോൺസിക്വൻസസ് അല്ലെ. അതിലെന്താ പറയുന്നത്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ആളുകളുടെ വലിയ തോതിലുള്ള കുടിയേറ്റം എന്ത് ചെയ്യും, നഗരങ്ങളിലെ തിരക്ക് വർദ്ധിപ്പിക്കും അല്ലെ. അതുപോലെ വിഭവങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തുകയും അത് ചെയ്യും. ഇത് നഗരങ്ങളുടെ അപകടകരമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാവുകയും അതുപോലെ കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലാത്ത ചേരികൾക്ക് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ വായു, ശബ്ദ മലിനീകരണം, ജലമലിനീകരണം, ഖരമാലിന്യങ്ങളുടെ പരിപാലനം തുടങ്ങിയ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു തിരക്ക് എന്താവും, കാരണമാവും അല്ലെ. ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ നഗരങ്ങളിലേക്കാണ് കുടിയേറുന്നത്. അപ്പൊ ആ നഗരങ്ങളിൽ കുറെ ആളുകളാവും. അപ്പൊ അവിടെ തിരക്ക് വർദ്ധിക്കും. അതെന്താവും, വിഭവങ്ങളുടെ കനത്ത സമ്മർദ്ദത്തിലേക്കാണ് കൊണ്ടുപോവുക. അതുപോലെ അപകടകരമായിട്ടുള്ള വളർച്ചക്കൊക്കെ അത് കാരണമാവും. അതുപോലെ കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലാത്ത ചേരികൾക്ക് കാരണമാവും. അതുപോലെ തന്നെ വായു, ശബ്ദ മലിനീകരണം, ജലമലിനീകരണം, ഖരമാലിന്യങ്ങളുടെ പരിപാലനം ഇതൊക്കെ എന്തിലേക്കാണ് നയിക്കുക, പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുക. അപ്പൊ ഈ 4 കോൺസിക്വൻസസ് ആണ് മൈഗ്രേഷനിൽ ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സ് മൈഗ്രേഷൻ അല്ലെ. ഇതിലെന്താണ് പറയുന്നത്, കുടിയേറ്റക്കാർ അവരുടെ സ്വന്തം നഗരത്തിലേക്കോ അല്ലെങ്കിൽ ഗ്രാമത്തിലേക്കോ തിരികെ പോകുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അതായത് കുടിയേറ്റക്കാർക്ക് താൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക, സ്വന്തം ഗ്രാമത്തിലേക്കോ അല്ലെങ്കിൽ നഗരത്തിലേക്കോ തിരികെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ ഫലപ്രദമായിട്ടുള്ള പുനരധിവാസത്തിന് പദ്ധതികൾ ഇല്ലാത്തതിനാൽ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ
എന്താ പറയുക, ഗ്രാമീണ മേഖലയിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ജനപ്രവാഹത്തിന്റെ ഒരു തിരിച്ചു വരവ് എന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട് അല്ലെ. അങ്ങോട്ട് കുടിയേറുന്ന പോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അതുപോലെ 1970-73 കാലഘട്ടത്തിലാണ് റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. 1970-73 കാലഘട്ടത്തിലാണ് റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചിട്ടുള്ള പ്രധാന വിശദീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് പറയുന്നത് ഊർജ്ജ സ്രോതസ്സുകളുടെ ചൂഷണമാണ്. അതുപോലെ 2 പറയുന്നത് ഗ്രാമങ്ങളിലെ വിനോദ സൗകര്യങ്ങളുടെ പുരോഗതിയാണ്. മൂന്നാമതായിട്ട് പറയുന്നത് സംസ്ഥാന സാമുദായിക കോളേജുകളുടെ വളർച്ചയാണ്. അതുപോലെ 5ാമത് പറയുന്നത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രദേശത്തെ മൂല്യങ്ങളിൽ നിന്നും മനോഭാവങ്ങളിൽ നിന്നൊക്കെ മാറാനുള്ള ബദൽ ജീവിത രീതി കണ്ടെത്തൽ. അതുപോലെ 5ാമത് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ വികേന്ദ്രീകരണം. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, നഗരങ്ങളിൽ നിന്നും ജനങ്ങൾ തിരിച്ച് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തന്നെ തിരിച്ച് എത്തുന്നുണ്ട്. അതാണ് ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷനിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇഷ്യൂസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി അല്ലേ. എന്താ അതിൽ പറയുന്നത്, ഗ്രാമങ്ങളെ അപേക്ഷിച്ചിട്ട് നഗരങ്ങളിൽ എന്താണ് സാമൂഹ്യ ചലനാത്മകതക്കുള്ള അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിക്കുള്ള അവസരങ്ങൾ എന്താണ് കൂടുതലാണ് അല്ലേ. അതായത് ഗ്രാമീണ സമൂഹങ്ങൾ ജാതിയിൽ അധിഷ്ഠിതവും അതുപോലെ തന്നെ യാഥാസ്ഥിക സ്വഭാവമുള്ളതുമാണ് ഗ്രാമീണ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ അടിത്തട്ടിലുള്ള വിഭാഗങ്ങൾക്ക് ഉയർന്ന തലത്തിലേക്ക് കയറി വരാനൊക്കെ ഗ്രാമങ്ങളിൽ എന്താണ് പ്രയാസമായിരിക്കും. അതുപോലെ ഗ്രാമങ്ങളിൽ പൊതുവെ ഒരു വ്യക്തിയുടെ സമ്പത്തും സമൂഹത്തിലുള്ള സ്ഥാനവും നിർണ്ണയിക്കുന്നത് അയാളുടെ കൈവശമുള്ള ഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അയാൾ എന്ത് ചെയ്യുക, ഒരു വ്യക്തിയുടെ അയാൾ എന്ത് ചെയ്യുക, സ്ഥാനം നിർണ്ണയിക്കുക, സമൂഹത്തിലുള്ള അദ്ദേഹത്തിനുള്ള ഒരു സ്ഥാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ ഒക്കെ നിർണ്ണയിക്കുക. അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ മേലെന്താണ് നഗരങ്ങൾക്കുണ്ടായ സ്വാധീനം കാരണം ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലിലും കൂട്ടായ്മയിലും ആളുകളുടെ ജീവിത ശൈലിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ജാതി വ്യത്യാസത്തിന്റെ ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, വരുമാനം, തൊഴിൽ എന്നിവയാണ് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള സ്ഥാനം അല്ലെങ്കിൽ പദവിയൊക്കെ നിർണ്ണയിക്കുന്നത് അല്ലെ. അതുപോലെ മുൻകാലങ്ങളിൽ അത് ജാതിയും കുടുംബവും പാരമ്പര്യവും കൈവശമുള്ള ഭൂമിയും ഒക്കെ ആയിരുന്നു ഈ എന്താ പറയുക സ്റ്റാറ്റസ് നിർണ്ണയിച്ചത്. പക്ഷെ ഗ്രാമങ്ങളിൽ വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ച് ഇടപഴകുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ എന്താണ് സാധ്യമായിരുന്നില്ലാത്ത കാര്യമാണ്. അതുപോലെ ഗ്രാമനഗര വ്യത്യാസങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമനഗര ബന്ധങ്ങളിലൂടെ നഗരപ്രദേശത്ത് താമസമാക്കിയിട്ടുള്ള ഗ്രാമീണര് മിശ്രഭോജത്തിന്റെയും അതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ള ശ്രേണിയുടെയും നിയമത്തോടൊക്കെ അധികം കടപ്പാടുള്ളവരൊന്നും അല്ല. അതുപോലെ എൻഡോഗമി ഇപ്പോഴും എന്താണ് വളരെ പ്രചാരത്തിലുണ്ട് അല്ലെ. എൻഡോഗമി മാരേജ് ഇപ്പോഴും വളരെ പ്രചാരത്തിലുണ്ട്. ചില കമ്മ്യൂണിറ്റികൾ നേരത്തെ അല്പം അഴവ് വരുത്തിയിരുന്നു. പക്ഷെ ഉയർന്ന തീക്ഷ്ണതയോടെ ശക്തിപ്പെടുത്താനാണ് പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, അത് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ചില സ്ഥാപനങ്ങളിൽ ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ മറ്റു സ്ഥാപനങ്ങളിൽ പരമ്പരാഗത മൂല്യങ്ങളുമായിട്ട് തുടരുന്നതും ഗ്രാമീണ മേഖലയിൽ നിന്ന് വ്യത്യസ്തരാണെന്ന കാര്യം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് നഗരപ്രദേശങ്ങളിൽ തൊഴിൽ നഷ്ടമായാൽ പരമ്പരാഗത തൊഴിലുകൾ ഒരു ജീവിത പിന്തുണയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംവിധാനമായിട്ട് മാറാറുണ്ട് അല്ലെ. നഗരപ്രദേശങ്ങളിൽ തൊഴിൽ നഷ്ടമാകുകയാണെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകളൊക്കെ ഒരു ജീവിത പിന്തുണ സംവിധാനമായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ആധുനികവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഒക്കെ ആഘാതത്തിൽ ഗ്രാമീണർ പലരും പരമ്പരാഗതവും ആധുനികവുമായിട്ടുള്ള തൊഴിലുകളെ സംയോജിപ്പിക്കാൻ പ്രവണത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നഗരപ്രദേശത്തിന്റെ ആധുനിക ക്രമീകരണങ്ങളിൽ കുറഞ്ഞ വരുമാനത്തിൽ പരമ്പരാഗത തൊഴിലുകൾ പിന്തുടരുന്ന സാഹചര്യങ്ങളാണ് തൊഴിൽ ഘടനയിലെ മറ്റൊരു സ്വാധീനം എന്ന് പറയുന്നത്. അതുപോലെ ബാർബർ, തൂപ്പുകാരൻ തുടങ്ങിയിട്ടുള്ള ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിലുകൾ പലപ്പോഴും പട്ടണത്തിലും നഗരത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്തുടരുന്നുണ്ട് അല്ലെ. എന്നാലും പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക സാമൂഹ്യ പരിധികളാൽ അതെന്താണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ മേൽ നഗരങ്ങളുടെ സ്വാധീനം കൂടിയിട്ട് സാമൂഹ്യ ചലനാത്മകമുള്ള അവസരങ്ങളൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇഷ്യൂസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ള ഭാഗത്ത് എഴുതേണ്ടത്. അത് 2 മാർക്കിന് വന്നാൽ അതിനനുസരിച്ച് എഴുതുക, 5 മാർക്കിന് വന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. ഇതുവരെ നമ്മൾ പറഞ്ഞത് 3ാമത്തെ മൊഡ്യൂളായിരുന്നു. ഇനി 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എക്കണോമിക് ഓഫ് അർബൺ ലൈഫാണ് അല്ലേ. എന്താ പറയുന്നത്, നഗര ജീവിതത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുകയും ആഗോളവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ എന്ത് വന്നിട്ടുള്ളത്, വിപുലമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിജ്ഞാന മേഖലയിലെ ഉയർച്ച കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ തൊഴിൽ ഘടനയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ
അതുപോലെ വിജ്ഞാന മേഖല പ്രത്യേകിച്ച് എന്താണ് വിവര സാങ്കേതിക വിദ്യയിലാണ് പുതിയ സേവനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥക്ക് സംഭാവന നൽകുന്നത് ഈ IT മേഖലകളിലാണ് അല്ലെ. അതുപോലെ എന്താണ് ധാരാളം തൊഴിലവസരങ്ങളൊക്കെ ഈ IT മേഖലകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ IT മേഖലയിൽ ധാരാളം പ്രൊഫഷണലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കയിലേക്കും അതുപോലെ തന്നെ മറ്റു ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ ജോലിക്കായിട്ട് പോകുന്നുണ്ട്. ഈ മേഖലയിൽ നിന്ന് മാത്രം തന്നെ $22 മില്യൺ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ IT എഞ്ചിനീയറിംഗ് മേഖലയുടെ വളർച്ചയൊക്കെ യുവാക്കൾ ഗവൺമെന്റ് ജോലികളെ ആശ്രയിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം മേഖലകളിലേക്കാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ പോലും കൃഷിയല്ലാത്ത മറ്റു തൊഴിലുകളിൽ ജനങ്ങൾ പോകുന്നത്, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാര് 11 IT പോലുള്ള മേഖലകളിലെ തൊഴിലവസരങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ പോലും IT മേഖലകളാണ് തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ 1990 ശേഷമൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയിൽ ഇത്തരം പുതിയ മേഖലകളൊക്കെ തുറക്കപ്പെട്ടതും അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടതും. അതുപോലെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും അടങ്ങുന്ന പുത്തൻ സാമ്പത്തിക നയമൊക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ദ എക്കണോമിക് ഓഫ് അർബൻ ലൈഫ് എന്നുള്ള ഭാഗത്ത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കൂടുതലായിട്ടും IT മേഖലയിലാണ് എന്ത് വന്നിട്ടുള്ളത്, മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 4ാമത്തെ മൊഡ്യൂൾ എന്നുള്ള അർബൻ ഫാമിലി അല്ലെ. എന്താണ് നോക്കാം. ഇന്ത്യയിലെ നഗര സാമൂഹ്യ ഘടനയെ കുറിച്ചിട്ടുള്ള ഏതൊരു ചർച്ചയെയും അതിന്റെ അടിസ്ഥാന സാമൂഹ്യ സ്ഥാപനങ്ങളായിട്ടുള്ള കുടുംബം, അതുപോലെ തന്നെ വിവാഹം, ബന്ധുത്വം, ജാതി എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യയിലെ നഗര സാമൂഹ്യ ഘടന എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ഈ 4 വശങ്ങൾ എന്താണ്, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സാമൂഹ്യ ഘടനയിൽ എന്താണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ നഗരവൽക്കരണ പ്രക്രിയ കൂട്ടുകുടുംബത്തിന്റെ തുടർച്ചയിലേക്കും അണുകുടുംബത്തിന്റെ വളർച്ചയിലേക്കും ഒക്കെയാണ് നയിച്ചിട്ടുള്ളത് അല്ലെ. നഗരവൽക്കരണ പ്രക്രിയ കൂട്ടുകുടുംബത്തിന്റെ തകർച്ചയിലേക്കും അണുകുടുംബത്തിന്റെ വളർച്ചയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അത് നയിച്ചിട്ടുണ്ട്. അതുപോലെ ജാതി, മതം, ബന്ധുത്വ ബന്ധങ്ങൾ തുടങ്ങിയവയിൽ അയവുള്ളതാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ. ജാതി, മതം, ബന്ധുത്വ ബന്ധങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അയവുള്ളതായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ നഗര സാമൂഹിക ഘടനയെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച നിരവധി സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ അനുമാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കുടുംബം എന്ന് പറയുന്നത് പൊതുവെ 2 തരത്തിലാണ് അല്ലെ. ഒന്ന് ജോയിന്റ് ഫാമിലിയും മറ്റൊന്ന് ന്യൂക്ലിയർ ഫാമിലിയും. ജോയിന്റ് ഫാമിലി പറഞ്ഞാൽ കൂട്ടുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി പറഞ്ഞാൽ അണുകുടുംബം അല്ലെ. അതായത് ഭർത്താവും ഭാര്യയും അവിവാഹിതരായിട്ടുള്ള കുട്ടികളും അടങ്ങുന്നതാണ് അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ജോയിന്റ് ഫാമിലി പറഞ്ഞാൽ 2ഓ അതിലധികമോ തലമുറകളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയാം. അതുപോലെ തന്നെ നഗരവൽക്കരണ പ്രക്രിയ കുടുംബത്തിന്റെ വലുപ്പം കുറയുന്നതിനും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ ദുർബലമാവുന്നതിനും കൂട്ടുകുടുംബ വ്യവസ്ഥിതി അണുകുടുംബങ്ങളായിട്ട് വിഘടിക്കുന്നതിനും എന്തായിട്ടുണ്ട്, നഗരവൽക്കരണ പ്രക്രിയ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ അണുകുടുംബങ്ങൾ ആധുനിക വ്യാവസായിക നഗര സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അണുകുടുംബം എന്ന് പറയുന്നത് എന്താണ്, ആധുനിക വ്യാവസായിക നഗര സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അണുകുടുംബങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൂട്ടുകുടുംബം ഗ്രാമ സമൂഹങ്ങളിലാണ് കാണപ്പെടുന്നത് അല്ലെ. ഇന്ത്യയിൽ കൂട്ടുകുടുംബം എവിടെ കാണപ്പെടുന്നത്, ഗ്രാമീണ സമൂഹങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നും സമൂഹം നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൂട്ടുകുടുംബങ്ങൾ കാർഷികേതര തൊഴിലുകളുടെ വർധനവോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അണുകുടുംബത്തിലേക്ക് വഴിമാറുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ സമൂഹം നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ഗ്രാമീണ കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്, സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൂട്ടുകുടുംബങ്ങളൊക്കെ പിന്നെ കാർഷികേതര തൊഴിലുകൾ ചെയ്യുന്നതോട് കൂടിയിട്ട് അവരും എന്തായിട്ട് മാറുന്നുണ്ട്, അണുകുടുംബങ്ങളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ കൂട്ടുകുടുംബങ്ങൾ നഗരപ്രദേശങ്ങളിലും കാണപ്പെടുന്നുണ്ട് അല്ലെ. കൂട്ടുകുടുംബം ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും കാണപ്പെടുന്നുണ്ട് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണം അണുകുടുംബവും കൂട്ടുകുടുംബവും തമ്മിലുള്ള വലിയ ബന്ധം ഇല്ല എന്നാണ് AM ഷാ അതുപോലെ തന്നെ കബാഡിയ പോലുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുന്നത്, അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ജോയിന്റ് ഫാമിലിയിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ഒരു ചാക്രം എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ഒരു ചാക്രിക മാറ്റം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ജോയിന്റ് ഫാമിലിയിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ഒരു ചാക്രിക മാറ്റം നിരീക്ഷിക്കുന്നുണ്ടെന്നും ഈ അർബൻ ലൈഫിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചിട്ട് എഴുതിയാൽ മതി. പിന്നെ 5 മാർക്കിനോ 10 മാർക്കിനൊക്കെ
വന്നാൽ അധികം കുറച്ച് എഴുതിയാൽ മതി. പിന്നെ ഈ ഒരു അർബൻ ലൈഫിൽ അർബൻ ഫാമിലിയിൽ പറയേണ്ട 2 വ്യക്തികൾ കൂടിയുണ്ട്. ഒന്ന് AM ഷായും അതുപോലെ തന്നെ രാമകൃഷ്ണ മുഖർജിയും. അപ്പോൾ AM ഷായെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നഗരങ്ങളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള ധാരണയെ ഇല്ലാതെയാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ AM ഷാ പറയുന്നത് ഗുജറാത്തിന്റെ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് സംസ്കൃതവൽക്കരിക്കപ്പെട്ട ജാതികൾ ഗ്രാമങ്ങളെ അപേക്ഷിച്ചിട്ട് എന്താണ് നഗരങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? AM ഷാ പറയുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കളെ മരണശേഷം വിവാഹിതരായിട്ടുള്ള 2 അതിലധികമോ സഹോദരങ്ങളൊക്കെ ഒന്നിച്ചു താമസിക്കുന്ന കുടുംബങ്ങൾ പട്ടണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ വളരെ പ്രധാനമാണെന്നും AM ഷാ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇന്ത്യയിലെ അർബൻ സോഷ്യോളജികൾക്കിടയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന 2 ആശയങ്ങൾ അദ്ദേഹം പൊളിച്ചെടുക്കുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് വില്ലേജിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള ആളുകളിൽ പാട്രിയാർക്കി സിസ്റ്റം കൂടുതലായിട്ട് നിലനിൽക്കുന്നു എന്നാണ് AM ഷാ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് അവർ താമസിക്കുന്ന നഗരപ്രദേശങ്ങളിൽ പാട്രിയാർക്കി തിയറിക്ക് ദുർബലമായിട്ടുള്ള ഊന്നൽ നൽകുന്ന പ്രദേശങ്ങളാണെന്നുമാണ് AM ഷാ പറയുന്നത്. അതേപോലെ രാമകൃഷ്ണ മുഖർജിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പശ്ചിമ ബംഗാൾ സമൂഹത്തിലെ നഗര ഗ്രാമീണ തലത്തിലുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയെയും അണുകുടുംബ വ്യവസ്ഥയെയും ഒക്കെ കുറിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് രാമകൃഷ്ണ മുഖർജി പറയുന്നത്. അദ്ദേഹം പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബ യൂണിറ്റുകൾ വിപുലീകരിച്ചതോടെ അല്ലെങ്കിൽ അല്ലാത്തതോ ആയിട്ടുള്ള കുടുംബ യൂണിറ്റുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനാൽ അത് സഹതാമസവും പരസ്പര ബന്ധവും ഒക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രാമകൃഷ്ണ മുഖർജി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണുകുടുംബങ്ങൾ നഗരങ്ങൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവയിൽ തുല്യമായിട്ടാണ് കാണുന്നതെന്നാണ് രാമകൃഷ്ണ മുഖർജി പറയുന്നത്. ഇല്ലേ, ഗ്രാമങ്ങളിൽ മാത്രമല്ല അല്ലെങ്കിൽ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ ഗ്രാമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടുകുടുംബ സംഘടന നഗര ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള വിശ്വാസത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പിന്തുണക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെ, കൂട്ടുകുടുംബ സംഘടന നഗര ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസത്തെ അദ്ദേഹം പിന്തുണക്കുന്നില്ല. അതുപോലെ ഗ്രാമങ്ങളിൽ നിന്ന് ചെറു പട്ടണങ്ങളിലേക്കും വലിയ നഗരങ്ങളിലേക്കും വ്യാവസായികമല്ലാത്തതിൽ നിന്നിട്ട് ഭാഗികമായിട്ടുള്ള വ്യവസായങ്ങളിലൂടെ ഉയർന്ന വ്യാവസായിക പട്ടണങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ കൂട്ടുകുടുംബ സംഘടന ക്രമാനുഗതമായിട്ട് എന്ത് ചെയ്യും? വർദ്ധിക്കും. അല്ലെ, അതാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉയർന്ന സാമ്പത്തിക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരെക്കാളും താഴ്ന്ന സാമ്പത്തിക വിഭാഗങ്ങളെക്കാളും ഒക്കെ കൂട്ടുകുടുംബ സംഘടനയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിട്ടും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖർജിയുടെ കണ്ടെത്തലുകൾ ഷായുടെ കുടുംബം, ജാതി, അതുപോലെ തന്നെ AM ഷായുടെ കുടുംബം, ജാതി, അതുപോലെ തന്നെ ഗ്രാമനഗര സമൂഹം എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രാമകൃഷ്ണ മുഖർജി എന്ത് ചെയ്യുന്നുണ്ട്? അത് പിന്തുണക്കുന്നുണ്ട് അദ്ദേഹവും. അതാണ് ഈ ഒരു അർബൻ ഫാമിലിയിൽ പറയുന്നത് AM ഷായുടെയും അതുപോലെ തന്നെ രാമകൃഷ്ണ മുഖർജിയുടെയും അഭിപ്രായത്തിലുള്ളത്. അടുത്തതാണ് അർബൻ റിലീജിയൻ. അല്ലെ, സാംസ്കാരിക വൈവിധ്യങ്ങളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ പറയുന്നത്. വ്യത്യസ്ത തരം മതവിഭാഗങ്ങൾ എന്താണ് ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അതുപോലെ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് എന്താണ് നഗരമേഖലയിൽ മതത്തിന്റെ സ്വാധീനം കുറവാണ്. അല്ലെ, അപ്പൊ നഗരങ്ങളിൽ എന്താണ് മതത്തിന്റെ സ്വാധീനം കുറവാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ ജനങ്ങൾക്ക് എന്താണ് മതപ്രതിബദ്ധത എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ഉത്സവങ്ങളൊക്കെ നഗരത്തിന്റെ പൊതു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അല്ലെ, മതപരമായിട്ടുള്ള ഉത്സവങ്ങളൊക്കെ നഗരത്തിന്റെ പൊതു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മുംബൈ പോലുള്ള നഗരങ്ങളിൽ പോലുമൊക്കെ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് മതപരമായ ആഘോഷങ്ങളിൽ പോലും കാണാൻ കഴിയും. അതുപോലെ തന്നെ മതപരമായ ആഘോഷങ്ങളിൽ സിനിമ, സംഗീതം, പരസ്യങ്ങൾ, മറ്റു വിനോദ പരിപാടികളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അല്ലെ, അതുപോലെ തന്നെ ദിനപത്രങ്ങൾ, ടെലിവിഷൻ എന്നിവയിലൊക്കെ വഴി മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഉത്സവങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒന്നിച്ചു കൂടാനുള്ള അവസരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഗണപതി ഉത്സവം ഇത്തരത്തിലുള്ള ഒരു ആഘോഷത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് മതേതര സ്വഭാവം കൈവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രവും ആഭരണവും പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മതപരമായിട്ടുള്ള ചടങ്ങുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇത്തരത്തിൽ നഗരമേഖലയിലൊക്കെ മതപരമായിട്ടുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്.
ദീപാവലി, പെരുന്നാള്, ക്രിസ്മസ്, ദസറ പോലുള്ള മതപരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഇന്ത്യയിൽ ഭൂരിഭാഗം നഗരങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് മതപരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ട്, കച്ചവടവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മതപരമായ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തെരുവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർണ്ണാഭമായിട്ടുള്ള വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അതുപോലെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിപണികൾ എന്ത് ചെയ്യാറുണ്ട്, സജീവമായിട്ട് മാറാറുണ്ട്. അതുപോലെ ഷോപ്പിംഗ് മാളുകളും കടകളും ജനങ്ങളെ കൊണ്ട് നിറയാറുണ്ട്. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റൊഴിക്കാനും കഴിയാറുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത് അല്ലെ. ബാലഗംഗാധര തിലകിന്റെ സ്വാധീനത്തിലാണ് 1890കളിൽ ദേശീയ അജണ്ടയായിട്ടുള്ള ഉത്സവം അണിനിരുന്നത്. അതായത് ഗണപതി ഉത്സവമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതും കൂടെ ആ ഒരു ഭാഗത്ത് ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്, വിദ്യാഭ്യാസം അല്ലെ. ഗ്രാമങ്ങളുടെ മേലുള്ള നാഗരിക സ്വാധീനം വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ എന്താണെന്ന് കൂടുതലായിട്ടും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും അല്ലെ. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറുന്നതിന്റെ കാരണം തന്നെ ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമുള്ള എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ പെട്ടെന്ന് ജോലി ശരിയാവാത്തത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഗ്രാമങ്ങളിലുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തൊഴിലുകളൊക്കെ ലഭിക്കാൻ ഇന്നെന്ത് വേണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അതുപോലെ ഗ്രാമങ്ങളിലെ വരേണ്യവർഗത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ കഴിയുള്ളൂ അല്ലെ. മറ്റുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയൂല എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കാനാണ് ഇന്ന് കൂടുതൽ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെയും മാനവ വിഭവശേഷിയുടെ കാര്യത്തിലും ഗ്രാമങ്ങളിലെ വിഭവങ്ങളുടെ ലഭ്യത കണക്കിലെടുക്കുമ്പോൾ ഗ്രാമങ്ങളിലെ ചില ഉന്നതർക്ക് മാത്രമുള്ള എന്ത് ചെയ്യാൻ പറ്റുക, അവരുടെ കുട്ടികളെ ഈ ഒരു വിദ്യാലയങ്ങളിലേക്ക് അയക്കാനൊക്കെ കഴിയുള്ളൂ. അതുപോലെ നഗരപ്രദേശങ്ങളിലെ ആവശ്യങ്ങളുടെ ഗ്രാമവാസികളുടെയും താല്പര്യങ്ങളുടെയും ഒരു സമന്വയം തന്നെ നമുക്ക് ഇവിടെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലും എന്തുണ്ട്, നഗരങ്ങളിൽ നല്ല പോലെ തന്നെ അവസരങ്ങളുണ്ട്. അത് നാഗരിക സ്വാധീനം വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണ് എന്തുള്ളത്, കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ളതും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളൊക്കെ നഗരമേഖലകളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നഗരങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ജുവനിയൽ ഡെലിക്വൻസി അല്ലെ. അത് പറഞ്ഞാൽ എന്താ, പ്രായപൂർത്തിയാകാത്തവരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒക്കെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പറയുന്ന പേരാണ് ജുവനിയൽ ഡെലിക്വൻസി എന്നുള്ളത്. പ്രായപൂർത്തിയാകാത്തവരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒക്കെ ചെയ്യുന്ന കുറ്റകൃത്യത്തെ അറിയപ്പെടുന്ന പേരാണ് ജുവനിയൽ ഡെലിക്വൻസി എന്നുള്ളത്. അതായത് ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുന്ന അസമത്വം കാരണം എന്താണ്, കുറ്റകൃത്യങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മോഷണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അതുപോലെ തന്നെ പ്രായമായവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ എന്താണ്, നഗരങ്ങളിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ്. ഏതൊക്കെയാണ്, മോഷണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പ്രായമായവർക്കെതിരായുള്ള അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ നഗരങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ്. അതുപോലെ തന്നെ 2002 35 മില്യൺ നഗരങ്ങളിൽ നിന്നും ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 2,97,679 കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2002 2,97,679 കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2001 അത് 2,89,775 ആയിരുന്നു. അപ്പോൾ 2001 2,89,775 ആണെങ്കിൽ അത് 2002 ആയപ്പോഴേക്കും 2,97,775 ആയിട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മൊത്തം കുറ്റകൃത്യങ്ങൾ നോക്കുകയാണെങ്കിൽ 31% എന്താണ്, വഞ്ചന കേസുകളാണ് നടന്നിട്ടുള്ളത്. അതുപോലെ ഇന്ന് നഗരങ്ങളിൽ സാമൂഹ്യ സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ഭീഷണി നേരിടുന്നുണ്ട്. പെട്ടെന്നുള്ള നഗരവൽക്കരണവും വ്യവസായവൽക്കരണവുമാണ് ഇന്ത്യയിൽ കൗമാര കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം, നിയമവിരുദ്ധമായിട്ടുള്ള അധിവാസം, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള അന്തരം, വരുമാനത്തിലുള്ള അന്തരം, നഗര ദാരിദ്ര്യം എന്നിവയൊക്കെ എന്താണ്, നഗരങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. അതുപോലെ ചേരി പ്രദേശങ്ങളിൽ മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളും നഗരങ്ങളിലെ കുറ്റകൃത്യം
കുറ്റകൃത്യം എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. 2000 IT ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 70 കേസുകളിൽ 47% എന്താണ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. 2002 മാത്രം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 38 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാക്കിങ്, എന്താ പറയാ, തട്ടിപ്പ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ, ഇതൊക്കെ എന്താണ് ധാരാളമായിട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങളാണെന്ന് കൂടെ ഇവിടെ മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് റെലവൻസ് ഓഫ് സോഷ്യോളജി ഇൻ ടൗൺ പ്ലാനിങ്. 2 മാർക്കിനാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. നഗരാസൂത്രണത്തിൽ സോഷ്യോളജിയുടെ പ്രസക്തിയെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നഗര ഇടങ്ങൾ പ്രധാനമായിട്ടും എന്താണ് ഒരു നിർമ്മിത പരിസ്ഥിതി ആയതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിലൊക്കെ സാമൂഹ്യ അവസരങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ആസൂത്രണം എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഒരു പ്രദേശത്ത് വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ തന്ത്രപരമായിട്ടുള്ള ഇടപെടലായിട്ട് ആസൂത്രണം അനുമാനിക്കപ്പെടാം അല്ലെ. അപ്പൊ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രദേശത്തെ വികസനം കൊണ്ടുവരുന്നതിനുള്ള ആവശ്യമായ തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ. അതുപോലെ തന്നെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനത്തിന് തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ രൂപപ്പെടുത്തുക എന്നതാണ് ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല. അപ്പൊ ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് എന്താണ്, സാമ്പത്തികവും സാമൂഹികവും വികസനത്തിന് തന്ത്രപരമായ ഇടപെടൽ രൂപപ്പെടുത്തുക എന്നതാണ് ആസൂത്രണത്തിന്റെ പ്രധാന ചുമതല. അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരികളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ആസൂത്രണം പലപ്പോഴും എന്താണ് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കൂല. എങ്ങനെയായിരിക്കും, പലപ്പോഴും രാഷ്ട്രീയ അധികാരികൾ അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ആസൂത്രണത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കോർപ്പറേറ്റുകളുടെ ഒക്കെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാവും ഉണ്ടാവുക. അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് നടപ്പിലാക്കിയതിൽ, അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താ, താഴത്തെ തട്ടിലുള്ളവർക്കും കൂടെ അധികാരത്തിന്റെ ഒരു പങ്ക് എത്തിച്ചു കൊടുക്കുക അല്ലെ, താഴത്തുള്ള ആളുകൾക്ക് കൂടെ. അങ്ങനെയുള്ളത് സ്വയംഭരണ, എന്താ പറയാ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശത്തിന്റെ വികസനത്തിനുള്ള ആസൂത്രണത്തിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആസൂത്രണത്തിൽ പോലും സംരക്ഷിക്കപ്പെടുന്നത് എന്താണ്, സമൂഹത്തിലെ വരേണ്യവർഗത്തിലെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. അതുപോലെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലും വികസനം ആസൂത്രണം ചെയ്യുന്നതിലൊക്കെ തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ അത്യാവശ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ നഗര വികസനം കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ നഗരത്തിലെ ചില പ്രദേശങ്ങളൊക്കെ വികസനത്തിൽ എന്താവും, പിന്നോട്ട് പോവുകയും മറ്റു ചില പ്രദേശങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, വികസിക്കുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നഗരങ്ങളിൽ എന്താണ് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലകളായിരിക്കും അല്ലെ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന മേഖലകളിലായിരിക്കും എന്ത് ചെയ്യുക, പിന്നെ കൂടുതൽ എന്താ പറയുക നഗരങ്ങൾ പിന്നോക്കം നിൽക്കുക അല്ലെ. കൂടുതലും നഗരങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളുടെ വികസനത്തിൽ ഉണ്ടാകുന്ന അസമത്വം എന്താണ്, ധാരാളം സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ ബഹിഷ്കരണം, കുടിയൊഴിപ്പിക്കൽ, കുലീനവൽക്കരണം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണമാകുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് സാമൂഹ്യ ബഹിഷ്കരണം അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ, അതുപോലെ കുലീനവൽക്കരണം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക വിദഗ്ധരും എഞ്ചിനീയർമാരും രാഷ്ട്രീയക്കാരുമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നഗരവികസനം ആസൂത്രണം ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിലെ അടിത്തട്ടിലുള്ള വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും വേണ്ടിയിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് ആസൂത്രണത്തിന്റെ ഭാഗമാവുന്നതിലൂടെ കഴിയും. അതുപോലെ തന്നെ പല രാജ്യങ്ങളും നഗരാസൂത്രണം കൈകാര്യം ചെയ്യുമ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ പങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അല്ലെ. അത്രയും ഭാഗങ്ങൾ ഈ റെലവൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ടൗൺ പ്ലാനിങ്ങിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് 4 മൊഡ്യൂളിൽ ഇപ്പോൾ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് 1, 2 മൊഡ്യൂളത്തത്. ഇപ്പോൾ 3, 4 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിൽ 5 മാർക്ക് 10 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.